ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി മോട്ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്ന ബാറ്റിൽ ത്രൂ ഹെവൻ എന്ന് പറയുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹീറോയുടെ അച്ഛൻ ഈ ഗിഫ്റ്റൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിയാൻ സാധിക്കുമോ? ഞാൻ നളൻ ക്ലാനിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ക്ലാനിൽ ഇപ്പോൾ 3 യങ് മാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതിലൊരാൾ വളരെയധികം വീക്കാണ്. ബാക്കി 2 പേരും ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇണ്ടനെ വിശ്വസിച്ചാണ് നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാനിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഈ കല്യാണം ശരിയാവില്ലെന്ന് പറയുകയാണ്. ഇത് കേട്ട ഹീറോയുടെ അച്ഛനൊന്ന് ഷോക്കായിട്ട്, നിങ്ങളിപ്പോൾ എന്താ പറയുന്നത്? സിഒ ഫാമിലിക്ക് നിങ്ങളുടെ ക്ലാനുമായിട്ടൊരു വിവാഹത്തിന് യോഗ്യതയില്ലെന്നാണോ? ഞാൻ തന്നെ വിചാരിച്ചാൽ പോലും ഈ കല്യാണം മുടക്കാൻ സാധിക്കില്ല. ഇത് ഞങ്ങളുടെ എൽഡറിൻ്റെ തീരുമാനമാണ്. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. നിന്റെ അവസ്ഥ നോക്ക്. നീ ഇപ്പോൾ വെറും ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ഓണറാണ്. നിന്റെ മകനോ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെയുള്ളപ്പോൾ നളൻ ക്ലാനിലുള്ളവർ നിങ്ങളുമായിട്ട് എങ്ങനെയാണ് ഒരു ബന്ധത്തിന് തയ്യാറാവുന്നത്? നീ ഇപ്പോൾ ഈ മരുന്ന് കഴിച്ച് നിന്റെ പവറൊക്കെ തിരിച്ചെടുക്കാൻ നോക്ക്. അതിനുശേഷം നീ പണ്ടത്തെ പോലെ ഒരു ടീച്ചറാവും. നിന്റെ പവറൊക്കെ ഇപ്പോൾ തിരിച്ചു കിട്ടിയാൽ നിന്റെ ക്ലാനിന് വലിയൊരു സഹായമായിരിക്കും. നിങ്ങൾ സിഒ ഫാമിലിയെ കുറച്ച് കണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ്റെ സന്തോഷത്തെക്കാൾ വലുതൊന്നുമല്ല എനിക്ക് എൻ്റെ പവർ. നളൻ ക്ലാനിൻ്റെ എൽഡറിന് ഞങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിനോട് നേരിട്ട് വന്ന് സംസാരിക്കാൻ പറഞ്ഞ് ആ പിൽസൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്ത് അയാൾ എവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമാവുകയാണ്. കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. 2 ക്ലാനിലെയും പ്രധാനപ്പെട്ട ആളുകളൊക്കെ വന്നിരിക്കുകയാണ്. ഹീറോയുടെ അടുത്ത് അവൻ്റെ അച്ഛൻ ആചാരപ്രകാരം നളൻ ക്ലാനിൻ്റെ എൽഡറിൻ്റെ അടുത്ത് ഡ്രിങ്ക്സ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മകളെ ചോദിക്കാൻ പറയുകയാണ്. ഹീറോയും എണ്ണിട്ട് നിന്ന് ഡ്രിങ്ക്സ് കൊടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ എൽഡർ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. ഹീറോയുടെ അച്ഛൻ നീ അടുത്ത് എന്ന് ചോദിക്കാൻ സിഗ്നൽ കൊടുക്കുകയാണ്. ഹീറോയും അതുപോലെ അടുത്ത് എന്നിട്ട് കുറേ പ്രാവശ്യം ചോദിച്ചതിന് ശേഷം മറ്റു മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൽഡറും ആ ഡ്രിങ്ക്സ് മേടിച്ച് താഴെ വെച്ച് അദ്ദേഹത്തിന് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് അറിയിക്കുകയാണ്. ഇത് കേട്ട ഹീറോയുടെ അച്ഛൻ, അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. ഒരു നിമിഷം എനിക്ക് പറയാനുള്ളത് കേൾക്ക്. എനിക്ക് 79 വയസ്സായി. ഞാൻ ഇനി കുറേ നാളത്തേക്കൊന്നും ജീവിച്ചിരിക്കില്ല. എൻ്റെ ക്ലാനിനൊരു ലീഡർ വേണം. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ക്ലാൻ വളരെയധികം നന്നായിട്ട് നോക്കാൻ എനിക്കൊരു ലീഡറിനെ ആവശ്യമുണ്ട്. എന്നാൽ അതിന് യോഗ്യതയുള്ള ആരും എൻ്റെ ക്ലാനിലില്ല. അവസാനമായിട്ട് എൻ്റെ പ്രതീക്ഷ ഇൻഡനിലാണ്. 7 വർഷങ്ങൾക്ക് മുൻപുണ്ടായ യുദ്ധത്തിൽ എൻ്റെ ക്ലാനിലുണ്ടായിരുന്ന എല്ലാ മാസ്റ്റേഴ്സും എൻ്റെ കൂടെ യുദ്ധത്തിന് വന്നു. എന്നാൽ അവിടെ നിന്ന് തിരിച്ചു വന്നത് ഞാൻ മാത്രമാണ്. അന്ന് അവിടെ എന്താണ് ഉണ്ടായതെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞങ്ങളുടെ ക്ലാൻ ഇപ്പോൾ വളരെയധികം വീക്കാണ്. ഇൻഡൻ ഞങ്ങളുടെ ക്ലാനിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ക്ലാനിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാകുകയാണെന്ന് പറയുമ്പോൾ ആ സ്ഥലം മുഴുവൻ ഒരു നിമിഷത്തേക്ക് സൈലൻ്റ് ആവുകയാണ്. നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു 10 മടങ്ങായി ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരാം. അത് മാത്രമല്ല, ഇന്ന് മുതൽ സിഒ ഫാമിലി നളൻ ക്ലാൻ്റെ പ്രൊട്ടക്ഷനിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് മുന്നിൽ നിൽക്കും. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ക്ലാൻ്റെ അവസ്ഥ വെച്ച് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ അത്യാവശ്യമല്ലേ? അവർ തന്ന ഓഫർ ഏറ്റെടുത്ത് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നതല്ലേ നല്ലത്? ഇത് കേട്ട ഹീറോയുടെ അച്ഛൻ എന്ത് ചെയ്യണമെന്നറിയാതെ മിണ്ടായിരിക്കുകയാണ്. അതേസമയം ഇണ്ടൻ, എൻ്റെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ കല്യാണം കഴിക്കുന്ന ആൾ എൻ്റെ ക്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. നിങ്ങളുടെ ക്ലാൻ്റെ റെപ്യൂട്ടേഷൻ കുറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ 3 വർഷത്തിന് ശേഷം ഹീറോ എന്നെ വന്ന് ചലഞ്ച് ചെയ്യട്ടെ. അപ്പോൾ അതിലവൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ അവനെ വിവാഹം ചെയ്തോളാം എന്ന് പറയുകയാണ്. നളൻ ക്ലാനിൻ്റെ എൽഡർ ആ മാരേജ് എഗ്രിമെൻറ്റ് ഹീറോയുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് തിരിച്ചെടുക്കാൻ പറയുകയാണ്. ഹീറോയും എന്ത് ചെയ്യണമെന്നറിയാതെ ആ എഗ്രിമെൻ്റ് എടുത്തുകൊണ്ട് പോയി എന്തോ അതിൽ എഴുതിക്കൊണ്ടുവരികയാണ്. അത് ഇണ്ടനെ കാണിക്കുമ്പോൾ ഇണ്ടനൊക്കെ വളരെയധികം ഷോക്കാവുകയാണ്. ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്? സിഒ ഫാമിലിക്ക് നളൻ ക്ലാന് ചേർന്നതല്ലെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുകയെന്നും പറഞ്ഞ് ആ എഗ്രിമെൻറ്റ് കൊടുക്കുകയാണ്. ഇത് കണ്ട നളൻ ക്ലാനിലെ എൽഡർ, നീ ഞങ്ങളുടെ ക്ലാനെ അപമാനിച്ചിരിക്കുകയെന്നും പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. മര്യാദയ്ക്ക് പേപ്പർ കീറിക്കളയാൻ പറയുകയാണ്. എന്നാൽ ഹീറോ, നിങ്ങളല്ലേ ഞങ്ങളുടെ ക്ലാനെ ആദ്യം അപമാനിച്ചത്, എന്നെക്കൊണ്ട് ഇത് കീറിക്കളയാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് ഹീറോയും ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഇപ്പോൾ തന്നെ ഈ സിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും. അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് പേപ്പർ കീറിക്കളയാൻ പറയുകയാണ്. എന്നാൽ ഹീറോ അത് കൂട്ടാക്കാത്തത് കണ്ട് നളൻ ക്ലാനിലെ ഒരാൾ ഹീറോയെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ഇത് കണ്ട ഹീറോയുടെ അച്ഛൻ ഹീറോയെ രക്ഷിക്കാൻ വേണ്ടി ഇടയ്ക്ക് കയറി വരുമ്പോൾ ഹീറോയുടെ അച്ഛനെയാണ് അയാൾ ആക്രമിക്കുന്നത്. ഞാൻ എപ്പോഴും നിന്നോട് പറഞ്ഞല്ലേ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ അന്ന് നിങ്ങളോട് ആ എഗ്രിമെൻറ്റ് തിരിച്ചെടുക്കാൻ പറഞ്ഞത്. എന്നാലും ഇനി രണ്ടിലൊന്ന് കാണാമെന്നും പറഞ്ഞ് ആ ഇണ്ടനെ മുന്നിലേക്ക് അയക്കുകയാണ്. ഇണ്ടനോട് അവനെ ചെന്ന് ആക്രമിക്കാൻ പറഞ്ഞ് ആ പേപ്പർ കീറിക്കളയാൻ പറയുകയാണ്. ഇണ്ടനും മറ്റു മാർഗ്ഗമൊന്നുമില്ലാതെ ഹീറോയുടെ ആ പേപ്പർ കീറിക്കളയാൻ പറയുകയാണ്. എന്നാൽ ഹീറോ അത് കൂട്ടാക്കാത്തതുകൊണ്ട് തന്നെ ഇണ്ടൻ ഹീറോയെ ആക്രമിക്കുകയാണ്. ഹീറോ നിലത്തേക്ക് വീഴുകയാണ്. എന്നാൽ ഹീറോ പിന്നെയും വേണ്ടിയിട്ട് എൽഡറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇണ്ടൻ പിന്നെയും ഇടയ്ക്ക് കയറി അവനെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നളൻ എൽഡർ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് പോകാമെന്നും പറഞ്ഞ് ഇണ്ടനെ അടുത്തേക്ക് അയക്കുകയാണ്. ഇണ്ടൻ അവളുടെ പൂർണ്ണ ശക്തിയും ഉപയോഗിച്ച് ഹീറോ ആക്രമിക്കുകയാണ്. ഒറ്റയടിക്കാൻ ഹീറോ തേച്ച് ദൂരേക്ക് പോയി വീണ് അവനെ കൊണ്ട് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഹീറോ അവരുടെ എല്ലാം മുന്നിൽ അപമാനപ്പെട്ടു. അത് മാത്രമല്ല, ഹീറോയ്ക്ക് നല്ല ദേഷ്യവുമുണ്ട്. ഹീറോ അവിടെ നിന്ന് എങ്ങനെയൊക്കെ വേണ്ടിയിട്ട് 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ ക്ലാനിലേക്ക് വരും. ഇന്ന് എൻ്റെ ക്ലാനിനെ അപമാനിച്ചതുപോലെ ഞാൻ അവിടെ വന്ന് യുദ്ധം ചെയ്ത് നിന്നെ തോൽപ്പിക്കും. ഇന്ന് ഞാൻ അനുഭവിച്ച അപമാനം അന്ന് നീ അനുഭവിക്കും. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. കാറ്റെപ്പോഴും ഒരു ദിശയിൽ വീശാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് ഹീറോ നിലത്തേക്ക് വീഴുകയാണ്. ഹീറോ ഒരു വിധത്തിലെ ഞാൻ എഗ്രിമെൻറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ ഹീറോ എഗ്രിമെൻറ്റ് കഴിക്കുകയാണ്. ഹീറോയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ അവസ്ഥ കണ്ട് വളരെയധികം
വിഷമിച്ച് നിൽക്കുകയാണ്. എല്ലാവരും അവിടെ ഒന്ന് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇണ്ടൻ മാത്രം അവസാനം വരെ അവിടെ നിന്ന് അവനെ നോക്കി ഒന്ന് ഫീലായിട്ട് അവിടെ ഒന്ന് പോവുകയാണ്. ഹീറോ എണ്ണീറ്റ് അവൻ്റെ വെഡിങ് ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞതിന് ശേഷം അവൻ്റെ അച്ഛനെ നോക്കിയിട്ട് അച്ഛനൊന്നും കൊണ്ട് പേടിക്കണ്ട, ഇതിനെല്ലാം അവർ മറുപടി പറയുന്ന ഒരു ദിവസം വരുമെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഹീറോ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവനെയും കാത്ത് ഇണ്ടൻ അവിടെ നിൽപ്പുണ്ട്. അവൾ എന്തോ ഒരു മെഡിസിൻ എടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് അങ്കിളിന് കൊടുക്കാൻ പറയുകയാണ്. എന്നാൽ ഹീറോ അത് മേടിക്കാതെ അവൻ്റെ കയ്യിൽ എന്തോ ഒരു പൗച്ച് ഉണ്ടായിരുന്നു, അതെടുത്ത് അവൾക്ക് കൊടുക്കുകയാണ്. ചെറുപ്പത്തിൽ അവളാണ് അവന് കൊടുത്തത്. ഹീറോ അത് അവളെ തിരിച്ചേൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്നൊന്നും മിണ്ടാതെ പോവുകയാണ്. ഹീറോയുടെ പുറകെ സിയൂസോൺ അവിടേക്ക് വരികയാണ്. നീ ചെയ്തതിനൊക്കെയുള്ള ബലം നിനക്ക് ഉറപ്പായും കിട്ടും. ഇതൊക്കെ പറയാൻ നീ ആരാണ്? ഞാനും സിയു ഫാമിലിയിലുള്ളതാണ്. സിയുവിന് നിന്നെപ്പോലെ ഒരാളെ വിവാഹം ചെയ്യാനുള്ള അർഹതയിലൊന്നും പറഞ്ഞില്ലേ നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്? അവൻ്റെ 9ാമത്തെ വയസ്സിൽ കുയി പവറിൽ അവൻ 9ാമത്തെ ലെവലിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നീ ഏത് ലെവലിലാണ് ഉണ്ടായിരുന്നത്? അവൻ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അത്രയും പവർഫുൾ ആയിരുന്നു. 7 വർഷങ്ങൾക്ക് മുൻപ് അവൻ്റെ പവറൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഇനിയും ഫ്യൂച്ചറിൽ അവൻ്റെ പവറൊക്കെ തിരിച്ചു കിട്ടിയാൽ നിനക്ക് അവൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും സാധിക്കില്ല. ഞാൻ തന്നെ പറഞ്ഞല്ലോ 3 വർഷങ്ങൾക്ക് ശേഷം അവൻ എന്നെ ചലഞ്ച് ചെയ്യാം, അതിൽ അവൻ വിജയിച്ചാൽ ഞാൻ അവനെ വിവാഹം ചെയ്തോളാം എന്ന് ഇണ്ടൻ പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. സിയൂസോൺ അവളെ തടഞ്ഞിട്ട് നിനക്ക് പവർ ഉണ്ടെന്ന് പറഞ്ഞ് ഇത്രയ്ക്ക് അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കുയി കോണ്ടിനെന്റ് വളരെയധികം വലുതാണ്, നിന്നേക്കാൾ പവറുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ, നീ ഒന്ന് സൂക്ഷിച്ചോളാൻ പറഞ്ഞ് അവളെ വാൺ ചെയ്തിട്ട് അവൾ അവിടെ ഒന്ന് പോവുകയാണ്. അടുത്ത സീനിൽ മെഡിക്കൽ ഷോപ്പിലിരുന്ന് ഹീറോ അവൻ്റെ മുറിയിലൊക്കെ ഡ്രസ്സ് ചെയ്യുകയാണ്. അതേസമയം സിയൂസോണും അവിടേക്ക് വരികയാണ്. ഹീറോയ്ക്ക് എന്തോ ഒരു മരുന്ന് കൊടുത്തിട്ട് അത് കഴിക്കാൻ പറയുകയാണ്. ഇന്ന് നടന്നതൊക്കെ ഓർത്ത് എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നു. ഉറപ്പായും ഞാൻ ട്രെയിനിങ് എടുത്തു വളരെയധികം ശക്തി ആർജിച്ച് അവരോട് പ്രതികാരം വിട്ടും. നീ എന്താ പറയുന്നത് നിനക്കറിയാവോ? നിന്റെ അച്ഛനെ തറഞ്ഞാൽ നിന്നെ കൊല്ലും. സീനിയർ, എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ട്രെയിനിങ് എടുക്കാൻ തോന്നുന്നില്ല, നിങ്ങളില്ലാത്തതുകൊണ്ട് രസവുമില്ല. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഞാനും ഈ മെഡിക്കൽ ഷോപ്പിൽ വന്ന് ജോയിൻ ചെയ്യട്ടെ എന്ന് അവനോട് ചോദിക്കുകയാണ്. ട്രെയിനിങ് എടുക്കാൻ വേണ്ടി ബാക്കി സ്റ്റുഡൻസ് ഒക്കെ ഇല്ലേ, പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഉണ്ട്, എന്നാൽ നിങ്ങളുള്ളതുപോലെ ആവില്ലല്ലോ എന്നും പറഞ്ഞ് അവൾ അവനെ ഒന്ന് റൊമാൻറ്റിക്കായിട്ട് നോക്കുകയാണ്. ഹീറോയ്ക്കും കാര്യം മനസ്സിലായി. ഇത്രയും ഇരുട്ടിയില്ലേ, നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ് അവളെ പറഞ്ഞയക്കുകയാണ്. ഇനി ട്രെയിനിങ് ഒന്നും അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്നും പറഞ്ഞ് അവളെ അവിടെ ഒന്ന് പറഞ്ഞയക്കുകയാണ്. പേടിക്കേണ്ട സീനിയർ, ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടോളാമെന്നും പറഞ്ഞ് അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൾ അവിടെ ഒന്ന് പോവുകയാണ്. അതിനുശേഷം ഹീറോ അവരുടെ വൈനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് മാസ്റ്ററിന് വേണ്ടി. എന്നാൽ മാസ്റ്ററിനെ കാണാത്തത് കൊണ്ട് തന്നെ ഹീറോ ആ വൈനൊക്കെ എടുത്ത് അവൻ്റെ മോതിരത്തിനുള്ളിലേക്ക് അവൻ പോവുകയാണ്. ഹീറോ നേരെ ചെന്ന് ആ വൈൻ എടുത്ത് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന മാസ്റ്ററിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതിനുശേഷം അവനും അവിടെ ഒന്ന് കുറച്ച് മാറിയിരിക്കുകയാണ്. ഇത് ഞാൻ കുടിച്ചാൽ നിനക്കാണ് പ്രശ്നം, അവർ പിന്നെ നിന്നെയൊക്കെ പണിഷ്മെൻറ്റ് വരുമെന്ന് പറയുമ്പോൾ നേരത്തെ തന്നതുകൊണ്ട് തന്നെ നല്ല തഴമ്പായി, ഇനിയും കുഴപ്പമില്ലെന്നും പറഞ്ഞ് അവനൊന്ന് ചിരിക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്റർ നിന്റെ ലെവൽ എത്രയാണെന്ന് ചോദിക്കുകയാണ്. ഹീറോയും 3 എന്ന് പറയുകയാണ്. 3 അല്ല 3000 വർഷം കഴിഞ്ഞാലും നിന്നെ കൊണ്ട് ഇൻ്റർനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളിതെല്ലാം കേട്ടോടാണോ ഇരുന്നത്? കേൾക്കണമെന്ന് കരുതിയതല്ല, എന്നാൽ ഇതെല്ലാം കേട്ടല്ലേ പറ്റൂ. എന്തായാലും നല്ലഡർ ഇന്ന് നിന്നെ അത്രയും അപമാനിക്കാൻ പാടില്ലായിരുന്നു. ഞാനങ്ങനെ പുറത്തുണ്ടായിരുന്നെങ്കിൽ അവൻ ഇന്നുണ്ടായിരുന്ന ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും 10 ഇരട്ടി ഉണ്ടായിരുന്നാൽ പോലും അവനത് പറയാനൊന്ന് പേടിച്ചേനെ. ശരി അത് വിടും മാസ്റ്റർ, നമ്മൾ അപമാനപ്പെടുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ഭാഷ കയറി മുന്നേറാൻ സാധിക്കുന്നത്. ഇതൊക്കെ കേട്ട ഗ്രാൻഡ് മാസ്റ്ററിന് തന്നെ ആശ്ചര്യം തോന്നിക്കുകയാണ്. ഇത്രയും മോശപ്പെട്ട അവസ്ഥയിൽ പോലും നിനക്ക് എങ്ങനെയാണ് ചിരിക്കാൻ സാധിക്കുന്നത്? ചിരിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ എല്ലാ മോശം അവസ്ഥയിലും ഞാൻ കരയാൻ തുടങ്ങിയാൽ എനിക്ക് അതിന് മാത്രമേ സമയം കാണൂ. ഇന്നത്തെ എൻ്റെ അവസ്ഥയ്ക്ക് ഞാൻ ശരിക്കും തൂങ്ങിച്ചാവേണ്ടതാണ്. എന്നാൽ അങ്ങനെ ഒരാളല്ലോ ഞാൻ. ഇത് കേട്ട ഗ്രാൻഡ് മാസ്റ്റർ, എല്ലാവരുടെ ഉള്ളിലും ഫൈറ്റിംഗ് കോയി സ്കില്ലുണ്ട്, എന്നാൽ നീ അത് ഫോഴ്സ് ചെയ്ത് ഫൈറ്റിംഗ് പവർ ആക്കാനാണ് ശ്രമിക്കുന്നത്. ഫൈറ്റിംഗ് പവർ ഏതാണ്, ഫൈറ്റിംഗ് കോയി സ്കിൽ ഏതാണെന്ന് നീ മനസ്സിലാക്കിയില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നീ ഒരു യോദ്ധാവുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അത് നിനക്ക് വലിയ പ്രശ്നമായി മാറും. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഡെയിലി വൈൻ കൊണ്ടു തന്ന് അവരുടെ കയ്യിൽ നിന്ന് അടിമേടിച്ച് എൻ്റെ മേത്തെല്ലാം തഴമ്പാവും, അങ്ങനെ ഞാൻ എൻ്റെ ബോഡി ഫിറ്റ് ആയിക്കോളാം എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഗ്രാൻഡ് മാസ്റ്റർ ഒന്ന് ചിരിക്കുകയാണ്. അദ്ദേഹം കുറച്ച് ഹെർബൽസിൻ്റെ പേര് പറഞ്ഞ് ഇത് അവനോട് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. അത് നിങ്ങൾ ശരിക്കും പറയുന്നതാണോ? എന്നാൽ നിങ്ങൾ പറഞ്ഞ ഹെർബൽസ് എല്ലാം A ഗ്രേഡിലുള്ളതാണ്, അതൊക്കെ ഞാൻ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാനാണെന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ കൈ കാണിച്ച് പുറയിലുള്ള മലയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ ഹെർബൽസ് ഒക്കെ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അദ്ദേഹം അത് വെച്ചൊരു തീ ഉണ്ടാക്കുകയാണ്. ഇത് കണ്ട ഹീറോയുടെ അടുത്ത് നീ ഇത് ട്രൈ ചെയ്ത് നോക്കരുത്, പുറത്തുള്ള ദുഷ്ടന്മാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. മാസ്റ്റർ ആ തീയിൽ നിന്ന് ഒരു ലിക്വിഡ് ഉണ്ടാക്കുകയാണ്. അതെടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ ലിക്വിഡ് നല്ലൊരു സെല്ലറിന് കൊണ്ടുവന്ന് കൊടുക്കുക, ഈ ലിക്വിഡിൻ്റെ കാശ് കൊണ്ട് മാത്രം എനിക്ക് 1 വർഷത്തേക്ക് കുടിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞ് ഹീറോ എടുത്തത് കൊടുക്കുകയാണ്. അടുത്ത സീനിൽ ഹീറോ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ട്രെയിനിങ് എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതേസമയം ഹീറോയുടെ അച്ഛൻ വന്നപ്പോൾ ആ ഒരു സ്ഥലം വരെ പോകാമെന്നും പറഞ്ഞ് ഹീറോയെ വിളിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു സോൾജർ ആരെയോ കൊന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. ഇവനും നമ്മുടെ ക്ലാനിലുള്ളതാണ്, എന്നാൽ വെഡ്ഡിങ്ങിന് വേണ്ടി കുറേ കാശ് ഇവൻ്റെ നഷ്ടമായി. അതിനുശേഷം സോൾഡ് സ്ലേയർ ഇവനെ ഒരു സ്പൈ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇവനെപ്പോലെ നമ്മുടെ ക്ലാനിൽ എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. മറ്റു ക്ലാനിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അവൻ വലിയ യുദ്ധത്തിനൊന്നും തയ്യാറാവുന്നില്ല, എന്നാൽ അവൻ കുറച്ചായി നമ്മളെ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് ലേലത്തിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കിട്ടിയെന്നും പറഞ്ഞ് മാസ്റ്റർ ഉണ്ടാക്കിയ ആ സൊല്യൂഷൻ ഹീറോയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് ഫൗണ്ടൻ ബിൽഡിംഗ് സൊല്യൂഷനാണ്. നീ ട്രെയിനിങ് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് 2 ഡ്രോപ്സ് നിന്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യണം. ഇത് നിന്റെ സ്കിന്നിൽ അബ്സോർവ് ആകുമ്പോൾ നിന്റെ കോയി പവർ വർദ്ധിക്കും. അത് ഉപയോഗിച്ച് നിനക്ക് 2 ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇത് കേട്ട ഹീറോ ലൈറ്റായിട്ടൊന്ന് ചിരിച്ചിട്ട് നിങ്ങളല്ലേ പറഞ്ഞു എനിക്ക് ഫൈറ്റിംഗ് ഒന്നും പറ്റില്ലെന്ന്, പിന്നെ ഇപ്പോൾ എന്ത് പറ്റി?
നീ ചെറുപ്പത്തിൽ വളരെയധികം ശക്തിശാലിയായിരുന്നു. അത് കണ്ട് നിൻ്റെ അമ്മയും ഞാനും വളരെയധികം ഭയപ്പെട്ടിരുന്നു. നീ പോകുന്ന വഴി എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ എന്ന് കരുതിയാണ് നിന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത്. എന്നാൽ നീ ഇപ്പോൾ ട്രെയിനിങ് എടുക്കുന്നത് കണ്ടിട്ട് നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മരം വളരെയധികം ആഴത്തിലേക്ക് പോകുമ്പോഴാണ് അത് സ്ട്രോങ് ആവുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും പോയി ഡോഗുകൾ ട്രെയിനിങ് എടുക്കട്ടെ? അത് വേണ്ട, ചാരന്മാരില്ലാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് മെഡിക്കൽ ഷോപ്പാണ്. നീ അവിടെ സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ അവിടെ ഒന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ഗ്രാൻഡ് മാസ്റ്റർ ഹീറോ എടുത്ത് അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആരാവണമെന്ന് ചോദിച്ചു. അതിൽ 2 സ്റ്റുഡൻസ് പറഞ്ഞത് ഡൂഡുവിനെ കല്യാണം കഴിക്കണമെന്നാണ്. മൂന്നാമതായി നിൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവൾക്ക് ഫ്യൂച്ചറിൽ വലിയൊരു മെഡിക്കൽ ലോഡ് ആവണമെന്നാണ് പറഞ്ഞത്. അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നിൻ്റെ അമ്മയുടെ പെറ്റ് നെയിമാണ് ഡൂഡു. അദ്ദേഹം പറയുന്നത് കേട്ട് ഹീറോ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിൻ്റെ അമ്മ വളരെയധികം ധൈര്യശാലിയാണ്. അവൾ വലിയൊരു ക്ലാനിൽ നിന്ന് വന്നതാണെങ്കിലും അതിൻ്റെ അഹങ്കാരമൊന്നുമില്ലായിരുന്നു. അതിനുശേഷമാണ് നിൻ്റെ അച്ഛനെ കല്യാണം കഴിച്ചത്. എന്നാൽ അതിനുശേഷമാണ് എല്ലാം മാറാൻ തുടങ്ങിയത്. ഞാൻ അവൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചു. എന്നാൽ ഞാൻ കാരണം തന്നെ അവൾ അവസാനം മരണപ്പെട്ടു. എന്നോട് അവൾക്ക് ദേഷ്യമായിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. എൻ്റെ അമ്മയുടെ അവസാന നിമിഷം പോലും അമ്മ നിങ്ങളെ രക്ഷിക്കണമെന്നാണ് കരുതിയത്. അതിനുവേണ്ടിയാണ് ഈ മോതിരം എന്നെ ഏൽപ്പിച്ചത്. ഈ മോതിരം ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും കാക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും ഞാൻ ഉറപ്പായും വന്ന് നിൽക്കും. എൻ്റെ ജീവൻ കൊടുത്താണെങ്കിലും നിങ്ങളെ ഞാൻ രക്ഷിക്കുമെന്ന് പറയുകയാണ്. ഇത് കേട്ട മാസ്റ്റർ ലൈറ്റ് ആണെന്ന് ഫീലായിട്ട്, ശരിക്കും നീ അങ്ങനെ ചെയ്യുമോ? ഉറപ്പായും ഞാനത് ചെയ്യും. എന്നാൽ ഞാൻ നിനക്ക് ഡോഗൊന്നും പഠിപ്പിച്ചെന്നില്ലല്ലോ, നിനക്ക് എന്നോട് ദേഷ്യമില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോ, ദേഷ്യമൊക്കെ ഉണ്ട്, എന്നാൽ എനിക്ക് നിങ്ങളോട് കൂടുതലും അസൂയാണ്. കാരണം നിങ്ങളല്ലേ എൻ്റെ അമ്മയുടെ കൂടെ കൂടുതൽ നാളും ഉണ്ടായിരുന്നത്, എന്നെക്കൊണ്ട് എനിക്ക് സാധിച്ചല്ലോ. ഇത് കേട്ട മാസ്റ്ററിന് പിന്നെയും വിഷമമാക്കുകയാണ്. നിന്നെ അത് പഠിപ്പിക്കണമെന്ന് ഞാൻ കരുതിയതാണ്, എന്നാൽ അത് പഠിപ്പിക്കാത്തതിന് കാരണമുണ്ട്. നിന്നെ അത് പഠിപ്പിച്ചാൽ നീ ഇതിൻ്റെ അമ്മയ്ക്ക് വേണ്ടി പിന്നെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി പോയില്ലേ? സാരമില്ല മാസ്റ്റർ, നിങ്ങൾ എന്നെ അത് പഠിപ്പിച്ചില്ലെന്നും വെച്ച് എനിക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ലോ. ഞാനിങ്ങനെ ട്രെയിനിങ് എടുത്തോളാമെന്ന് അവൻ പറയുകയാണ്. മാസ്റ്റർ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചിട്ടെ? മാസ്റ്ററും എന്താണെന്ന് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, എന്നാൽ നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യപ്പെടില്ല, നീ ചോദിച്ചോളാൻ പറയുകയാണ്. ഹീറോയും 7 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ എന്താണ് ആ മോതിരത്തിനകത്ത് തന്നെ ഇരുന്നത്? ശരിക്കും നിങ്ങൾ തന്നെയാണോ വേൾഡിലെ നമ്പർ 1 മെഡിക്കൽ ലോഡ്? എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് കേട്ട മാസ്റ്ററിന് ദേഷ്യം വന്നിട്ട് അവനെ തല്ലാൻ വേണ്ടി എണ്ണീക്കുകയാണ്. നിങ്ങളല്ലേ പറഞ്ഞു എന്നോട് ദേഷ്യപ്പെടില്ലെന്ന്, പിന്നെന്താണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇപ്പോൾ നിനക്ക് എന്നാ വേണ്ടത്? ഞാൻ നിന്നെ ഡോഗോ പഠിപ്പിക്കണമല്ലേ? ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്ന് മാസ്റ്റർ സമ്മതിക്കുകയാണ്. ഹീറോയെ വിളിച്ചുകൊണ്ട് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഇവിടെ ലെവൽ 1 സ്കോർപ്പിയോ ഉണ്ടോ, നീ അതുമായി യുദ്ധം ചെയ്ത് വിജയിക്കണം. അഥവാ നീ തോറ്റുപോയാൽ പിന്നെ നീ ഡോഗോയെ പറ്റി ഒന്നും മിണ്ടാൻ പാടില്ല. ഹീറോയും അതിന് തയ്യാറായിരിക്കുകയാണ്. മാസ്റ്റർ അവൻ്റെ അടുത്ത് 2 റൂൾസ് മാത്രമേ ഉള്ളൂ. ഒന്ന്, നീ അതുമായി യുദ്ധം ചെയ്ത് നീ വിജയിക്കണം. അഥവാ നീ തോറ്റുപോയി മരണപ്പെട്ടങ്ങാണം പോയാൽ അമ്മയുടെ അടുത്ത് നിന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ല. 2, നിനക്ക് വേണേൽ എന്നെ സഹായത്തിന് വിളിക്കാം. എന്നാൽ നീ എന്നെ സഹായത്തിന് വിളിച്ചാൽ നീ തോറ്റുപോയതായി കണക്കാക്കും. ഹീറോ അതിനൊക്കെ സമ്മതിച്ച് ബോംബ് വെച്ച് ആ സ്കോർപ്പിയോനെ പുറത്തേക്ക് കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് പുറത്തേക്ക് വന്നപ്പോൾ ഹീറോ വിചാരിച്ചതിനേക്കാളും വലിയ സൈസിലാണ് അതുള്ളത്. ഹീറോ അവൻ്റെ സ്പിയർ എടുത്ത് അതിനെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നാൽ അവൻ്റെ സ്പിയർ എടുത്ത് അതിനെ കുത്താൻ ശ്രമിച്ചിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് അത് ഇറങ്ങുന്നില്ല. ഹീറോ അവൻ്റെ മാക്സിമം ശക്തി പുറത്തെടുത്ത് ആ സ്പിയർ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അതിനെ സാധിക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ആ സ്കോർപ്പിയോണിക്ക് അതിൻ്റെ കൊമ്പ് വെച്ച് ഹീറോയെ കുത്തുകയാണ്. എന്നിട്ടും ഹീറോ തോറ്റു കൊടുക്കാതെ പിന്നെയും എണ്ണീറ്റ് നിന്ന് അതുമായി പോരാടുകയാണ്. ഗ്രാൻഡ് മാസ്റ്റർ മോളിൽ നിന്ന് അവർ തമ്മിലുള്ള യുദ്ധം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹീറോ അവൻ്റെ സ്പിയർ എടുത്ത് വളരെയധികം ശക്തിയിൽ അതിൻ്റെ കണ്ണിലിട്ട് കുത്തുകയാണ്. ആ സ്പിയർ കണ്ണിലൂടെ ഇറങ്ങിയിട്ടും അത് മരണപ്പെടുന്നതായി കാണുന്നില്ല. ആ സ്കോർപ്പിയോൺ ഹീറോയെ തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഹീറോ ആ സ്കോർപ്പിയോൻ്റെ കണ്ണിൽ നിന്ന് ആ സ്പിയർ ഊരി അതിൻ്റെ വായിലേക്ക് എറിയുകയാണ്. വായിൽ കൊണ്ട് അത് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും അത് മരണപ്പെടുന്നില്ല. ആ സ്പിയർ പുറത്തേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ കുത്തി നിൽക്കുകയാണ്. ഇതെല്ലാം ഗ്രാൻഡ് മാസ്റ്ററും കാണുന്നുണ്ട്. അടുത്ത എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഗ്രാൻഡ് മാസ്റ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹീറോ എറിഞ്ഞ സ്പിയർ കുത്തി നിന്നതിൽ ചവിട്ടി ഹീറോ അതിൻ്റെ മണ്ടയിലേക്ക് ചാടി വീഴുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഓരോ എപ്പിസോഡിലും ഡ്രാമ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി വരികയാണ്. ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ഫ്രണ്ട്സ്.